ഇപ്പോൾ പലരും പുതുവർഷം ആഘോഷിക്കുന്നത് ടൂറിസം കേന്ദ്രങ്ങളിലൊക്കെയാണ്. അപരിചിതമായ ഇത്തരം സ്ഥലങ്ങളിൽ സുഹൃത്തുക്കൾക്കൊപ്പം പോകുന്നവർ പലപ്പോഴും അപകടങ്ങളിൽ പെടാറുണ്ട്. ഇങ്ങനെ കൂട്ടുകാർക്കൊപ്പം പുതുവത്സരം ആഘോഷിക്കാൻ ഗോവയിൽ പോയ വൈക്കം സ്വദേശി സഞ്ജയുടെ ചലനമറ്റ ശരീരമാണ് തിരികെ വീട്ടിലെത്തിയത്. കർണാടകയിൽ നിന്ന് വർക്കലയിൽ പുതുവത്സരം ആഘോഷിക്കാനെത്തിയ പെൺകുട്ടികൾക്ക് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ചും അറിയണം. ഇതുപോലുള്ള സംഭവങ്ങൾ എത്ര കേട്ടാലും നമ്മുടെ യുവതലമുറയും ന്യൂ ജനറേഷൻ കുട്ടികളും വീണ്ടും അപകടങ്ങളിൽ ചെന്ന് വീഴുന്നതാണ് സമീപകാലത്ത് പലയിടങ്ങളിൽ നിന്നും കേൾക്കുന്നത്. വൈക്കം സ്വദേശി സഞ്ജയ്ക്ക് എന്താണ് സംഭവിച്ചത്? ആ കേസാണ് പോലീസ് പട്രോൾ ആദ്യം പരിശോധിക്കുന്നത്. സ്വാഗതം. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് സുഹൃത്തുക്കൾക്കൊപ്പം പോയ ജെഫ് ജോൺ ലൂയിസ് എന്ന യുവാവിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ വാർത്ത നമ്മൾ കേട്ടത്. ജെഫിനെ സുഹൃത്തുക്കൾ ചേർന്ന് ക്രൂരമായി കൊലപ്പെടുത്തി മൃതദേഹം കടൽ തീരത്ത് ഉപേക്ഷിക്കുകയായിരുന്നു. ജെഫിനെ പോലെ കൂട്ടുകാർക്കൊപ്പം ഗോവയിലേക്ക് പോയതാണ് വൈക്കം സ്വദേശി സഞ്ജയും. എന്നാൽ പുതുവത്സരാഘോഷത്തിനിടെ സഞ്ജയെ കാണാതായെന്ന വിവരമാണ് വീട്ടുകാർ അറിഞ്ഞത്. DJ പാർട്ടിക്കിടെ സഞ്ജയ്ക്ക് മർദ്ദനമേറ്റതായും സുരക്ഷാ ജീവനക്കാർ മർദ്ദിച്ച് കൊലപ്പെടുത്തി കടലിൽ തള്ളിയതായും കുടുംബം ആരോപിക്കുന്നു. യുവാവിന്റെ മരണം നെഞ്ചിലും പുറത്തും മർദ്ദനമേറ്റെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വെള്ളത്തിൽ വീഴുന്നതിന് മുൻപ് മർദ്ദനമേറ്റിരുന്നുവെന്ന് സ്ഥിരീകരിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ഗോവയിൽ ഈ മാസം 31-ന് പുതുവർഷ ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് സഞ്ജയെ കാണാതായത്. അന്ന് രാത്രി എവിടെ ഈ ആഘോഷത്തിനിടെ സഞ്ജയ് കാണാതായി എന്നതായിരുന്നു സുഹൃത്തുക്കൾ നൽകിയിരുന്ന മൊഴി. ഇതിനെ തുടർന്നാണ് ബന്ധുക്കൾ അടക്കം ഗോവയിലെത്തി പോലീസിൽ പരാതി നൽകുകയും തുടർന്ന് വിവിധ തരത്തിൽ ഈ കേസ് അന്വേഷിക്കണമെന്ന ആവശ്യമൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ സംഭവം സഞ്ജയ് ഉണ്ടായിരുന്നതിന് 10 കിലോമീറ്റർ അകലെ ഇയാളുടെ മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും ഈ സംഭവത്തിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. സഞ്ജയ്ക്ക് ക്രൂരമായ മർദ്ദനമേറ്റിരുന്നതായാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. സഞ്ജയെ കൊന്നതിന് ശേഷം മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം കടലിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ബൗൺസർമാരാണ്, ഈ നടത്തിപ്പിന്റെ ബൗൺസർമാരാണ് ഇതിന് പിന്നിലെന്ന ആരോപണവുമായി പിതാവ് സന്തോഷ് ഇന്ന് രംഗത്ത് വന്നു. ഇത് ശക്തമായിട്ട് ഇത് രംഗത്തുകൊണ്ട് ഇനി ആർക്കും ഇത് ഉണ്ടാകാൻ പാടില്ല. ഇത് എങ്ങനെയെങ്കിലും അന്വേഷിക്കാനുള്ള സെറ്റപ്പ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കണം. പിന്നെ ഇവിടുത്തെ തലയോറ പോലീസ് സ്റ്റേഷൻ പരാതി ഇന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഈ മാൻമിസിങ് എടുത്തേക്കണം, അല്ലാതെ കേസെടുക്കാനുള്ള സെറ്റപ്പ് ചെയ്യണം. അതിന് ഞാൻ പോകാൻ നിൽക്കും. എന്തായാലും മുന്നോട്ട് പോകണം. നമുക്ക് ഇനി ഒരു പിള്ളേർക്ക് ഉണ്ടാകാൻ പാടില്ല, ഒരു കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. അതായത് ഈ വേദിയിൽ കയറി ഡാൻസ് കളിക്കാൻ സഞ്ജയ് ശ്രമിച്ചതാണ് പ്രകോപനത്തിന് കാരണമെന്നും ഇതാണ് മർദ്ദനത്തിലേക്ക് ഒക്കെ എത്തിക്കുകയും തുടർന്ന് കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്തതെന്നാണ് കുടുംബത്തിന്റെ ഒരു ആരോപണം. എന്തായാലും കേരളത്തിലെ പോലീസിനും അവർ പരാതി നൽകാനായി തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊന്നുള്ളത്, ഈ ഗോവൻ പോലീസ് കേസ് അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം, ഇത് ആര് ചെയ്തു എന്ന് സംബന്ധിച്ച് എങ്ങനെ കണ്ടെത്താനാകുമെന്ന കാര്യത്തിൽ പോലീസിനെ സംബന്ധിച്ച് സംശയങ്ങൾ, ഈ കുടുംബത്തെ സംബന്ധിച്ച് സംശയങ്ങൾ ബാക്കിയായി നിൽക്കുകയാണ്. എന്തായാലും 19 വയസ്സുകാരനാണ് ഈ കൊല്ലപ്പെട്ട സഞ്ജയ്. മർദ്ദനം അടക്കമുള്ള ശാസ്ത്രീയ തെളിവുകൾ, അത് ഏറ്റതായുള്ള ശാസ്ത്രീയ തെളിവുകൾ പുറത്തു വന്നതോടെയാണ് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം അടക്കം വേണം എന്ന ആവശ്യത്തിലേക്ക് കുടുംബം എത്തുന്നത്. എന്തായാലും ഗോവ പോലീസ് ഈ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയാണ്.